ഏയ് എഴുന്നേക്ക് എഴുന്നേക്ക്. പ്രിൻസിപ്പലിന്റെ മുറിയിൽ പോലീസും ബഹളവും. എന്താ കാര്യം? സെക്കൻഡീസിലെ രമണിയില്ലേ, ആ കുട്ടി ആത്മഹത്യ ശ്രമിച്ചു. എന്തിന്? പ്രണയനൈരാശ്യം. എന്നിട്ട് ചത്തോ? ഇല്ല, സീരിയസ് ആണെന്നാ തോന്നേ. ഹോസ്പിറ്റലിൽ ഇൻവെസ്റ്റിഗേറ്ററില്ല. എന്നാ എല്ലാരും വിളിക്ക്, നമുക്ക് പോവാം. ആരെയും ഹോസ്പിറ്റലിൽ പോകാൻ പ്രിൻസിപ്പൽ അനുവദിക്കുന്നില്ല. അനുവാദം ചോദിച്ചിട്ടല്ലല്ലോ നമ്മൾ പോകുന്നത്. ജയന്തി, നമുക്ക് കണ്ടു പരിചയമെങ്കിലുള്ള ഒരു കുട്ടിയല്ലേ. ചാകുന്ന നേരത്തെ നമ്മൾ അടുത്തില്ലെങ്കിൽ ചത്തു കഴിയുമ്പോ അവൾ എന്ത് വിചാരിക്കും? ഓ റെഡി ആപ്പോ. Good morning, doctor. Good morning. Good morning, sir. Morning. നിക്ക്. എങ്ങോട്ടാ? മോളിലോട്ട്. പാസ് ഉണ്ടോ? ഇല്ല. എങ്കിൽ പോകാൻ പറ്റില്ല, ഇത് സന്ദർശന സമയമല്ല. എന്തയ്യോ? നിങ്ങൾ ആരോടെ കളിക്കണേ? ഞങ്ങളൊക്കെ ആരാന്ന് വിചാരിച്ചേ? ഇതാരാണെന്നറിയോ? ഇവിടുത്തെ സൂപ്രണ്ടിനോട് ചോദിച്ചു നോക്ക്, ജയന്തി അറിയുന്നു. സെന്റ് മേരീസിലെ ജയന്തി. ഇതാരാണെന്നറിയോ? ഞങ്ങളോട് വേണ്ട വെള്ളത്തിലൊന്ന് കൈമാറ്റം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ അകത്തോട്ട് പോകാൻ പറ്റില്ല. പറ്റില്ല? ഇല്ല. കാശും കൈക്കൂലിയൊന്നും കാണിച്ച് വെട്ടാതെ വേറെ സ്ഥലം വിടാൻ നോക്കും. ആരെങ്കിലും ചോദിച്ചാ എന്റെ ആളാണെന്ന് പറഞ്ഞാ മതി. അയ്യോ, എന്തോ ഒരു കഷ്ടമായി കിടപ്പ് കണ്ട. രമണി, ദേ ഞങ്ങള് വന്നു. ഒന്ന് കണ്ണു തുറന്നേ. ദേ ഹേമ, ഉമ, ഞാൻ, സന്ധ്യ, ജയന്തി എല്ലാരും ഉണ്ട്. പേഷ്യന്റിനെ വിളിക്കരുത്. നിങ്ങളോട് ആര് പറഞ്ഞു അകത്ത് കിടക്കാൻ? ഇത് ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരുന്ന സമയമാണ്. എന്ന് വെച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടുകാരിയോട് സംസാരിച്ചൂടെ? ഞങ്ങൾ ദുഃഖം പങ്കിടാൻ വന്നതാ, അല്ലാതെ ശല്യം ചെയ്യാനല്ല. രമണി, ഒന്ന് കണ്ണു തുറക്കൂന്നേ. ദേ ഞങ്ങള് രമണിക്ക് കഴിക്കാൻ വേണ്ടി കൊക്കോ കലയ്ക്ക് പാല് വരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ രമണിയുടെ സതീർത്ഥരാ. പറഞ്ഞിട്ട് കേൾക്കണില്ല ഡോക്ടർ. കുട്ടിയെ വിളിച്ചു നിർത്താൻ ശ്രമിക്കുക. പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ പിടിച്ച് പുറത്താക്കണം. പിന്നെ നിങ്ങൾ എന്തിനാ ഇവിടെ നിർത്തിയിരിക്കുന്നത്? എല്ലാം ഞങ്ങൾ സെന്റ് മേരീസിലെ കുട്ടികളാ. അതിന് ഞാനെന്താ സല്യൂട്ട് ചെയ്യണം? മേലാൽ വിസിറ്റിംഗ് ടൈം അല്ലാത്ത സമയത്ത് ഹോസ്പിറ്റലിനകത്ത് കണ്ടുപോരുത്. Get out. അയ്യോ, Get out. ഒരു ബോറൻ ഡോക്ടർ. ശരിയാ, അങ്ങനെ അയാളെ ഷൈൻ ചെയ്യാൻ വിടാൻ പാടില്ല. മായി, നിനക്ക് അയാളെന്ന് വളച്ചെടുത്തൂടെ? എങ്ങനെ? വെറുതെ ഒന്ന് സ്നേഹിച്ച് പ്രേമിച്ച് ശ്രമിക്കട്ടെ. എന്താ ഉള്ള പേര്? ശ്രീനിവാസൻ. പുള്ളിയുടെ കാര്യം ഞാൻ ഏറ്റു. പതുക്കെ 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 ഒന്ന് പിടിച്ച് കുലുക്കിട്ടുള്ളൂ. കോളേജിൽ നിന്ന് ഇനിയും കുട്ടികൾ വരും. ആരെയും അകത്തേക്ക് വിടരുത്. ശരി ഡോക്ടർ. എങ്ങനെയുണ്ട് ഡോക്ടർ ഞങ്ങളുടെ രമണിക്ക്? പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ ഡിസ്ചാർജ് ചെയ്യും. ഞങ്ങൾ ഒന്ന് പോയി അടുത്തിരുന്നോട്ടെ? പാടില്ല. ഞങ്ങൾക്ക് ദുഃഖം പങ്കിടാനാണ്. പറ്റില്ല. മാത്രമല്ല, ഈ ഹോസ്പിറ്റൽ കെട്ടിടത്തിനകത്ത് ഈ സമയത്ത് നിൽക്കാൻ നിങ്ങളെ ആരെയും അനുവദിക്കില്ല. വേഗം പൊയ്ക്കോളൂ. ഡോക്ടർ, ഡോക്ടർ, ഇല്ല ഡോക്ടർ. ഞങ്ങൾക്ക് അവളുടെ അടുത്തിരുന്ന് അവളുടെ വേദന എന്തെന്ന് അറിഞ്ഞേ പറ്റൂ. ഫൈനൽ ഇയറിന് പഠിക്കുന്ന പ്രദീപാണ് ഇതിനൊക്കെ കാരണം. കല്യാണം കഴിച്ചോളാന്ന് വ്യാമോഹിപ്പിച്ച് നാടൊട്ടുക്ക് കൊണ്ടു നടന്ന പാവൻ രമണിയെ നേടേണ്ടതെല്ലാം നേടിക്കഴിഞ്ഞ് ഒടുവിൽ കൈയൊഴിഞ്ഞു. ചതി, വഞ്ചന, ആത്മഹത്യക്ക് പ്രേരിപ്പിക്കൽ എന്നീ കുറ്റമുണ്ട് പ്രദീപിന്റെ പേരിൽ. പ്രദീപിനെതിരെ ക്രിമിനൽ നടപടി എടുക്കണം. അവന് ഞങ്ങൾക്ക് കോടതി കയറ്റണം. കേസ് തൂത്ത് മാറ്റി കളയാനാണ് ഡോക്ടർ കൂട്ടി നിൽക്കുന്നെങ്കിൽ ഡോക്ടർക്കെതിരെ ഞങ്ങൾ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കും. നോക്കിക്കോ. ഞങ്ങൾ ചില്ലറക്കാരൊന്നുമല്ല. ഞാൻ മായ വിനോദിനി, ഇത് ജയന്തി. പ്രൈം മിനിസ്റ്ററിന് വരെ ഫോൺ കറക്കി സംസാരിക്കാൻ കഴിവുള്ള മിസ്റ്റർ വിനോദ് ശങ്കറിന്റെ മകൾ ജയന്തി. ഇത് വേൾഡ് ഫേമസ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഉമാപതിയുടെ മകൾ ഹേമ. ഇത് DIG ഓഫ് പോലീസ് ഡോക്ടർ DSP. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഞങ്ങൾക്ക് രമണിയുടെ അടുത്തിരിക്കണം, ദുഃഖം പങ്കിടണം.
അത്രല്ലേ ഉള്ളൂ? അതെ. വാ നിങ്ങൾ തന്നെ വരണം. ഈ കുട്ടികളൊക്കെ വലിയ വലിയ ആൾക്കാരെ മക്കളാ, പക്ഷെ ഒന്നിനും വിവരമില്ല. എല്ലാത്തിനെയും തൂക്കിയെടുത്ത് പുറത്തേക്കിട്ടേക്ക്. ആ ഡോക്ടർ ശ്രീനിവാസൻ, നിങ്ങളെ ഞാൻ വിടില്ല. ഈ മായ ആരെന്ന് നിങ്ങൾ അറിയാൻ പോകുന്നേ ഉള്ളൂ. ഒന്നും നടക്കുന്നില്ല എങ്കിൽ ഒരു ആത്മഹത്യാ ശ്രമവുമായി ഞാനും വരും. നിങ്ങളെ കോട്ടിലും കൂട്ടിലും ഒക്കെ കയറ്റാൻ. I see you in court. എന്താ? ശ്രീനേട്ടനില്ലേ? ഇല്ല, ഹോസ്പിറ്റലിൽ പോയല്ലോ. ഹോസ്പിറ്റലിലോ? അതെ, ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങിയോ ഏട്ടൻ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഇല്ല, 1 മാസമായിട്ട് ലീവിലായിരുന്നല്ലോ. എന്തോ എനിക്കതറിയില്ല. ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോയി. കുട്ടി ആരാ? ഒന്ന് കാണണമായിരുന്നു. കണ്ടാ മാത്രം മതിയായിരുന്നു. കുട്ടി ആരാന്ന് പറഞ്ഞില്ല. നിങ്ങളാരാ? ഞാൻ അവന്റെ അമ്മ. അയ്യോ, എന്തേ കാണിക്കുന്നത്? കുട്ടി ഏതാ പറ. ഒന്നുമില്ല, ഞാൻ വെറുതെ. ഞാൻ പൊയ്ക്കോട്ടെ. ആരാ? കാര്യം എന്തെന്ന് പറഞ്ഞിട്ട് പോകുട്ടി. ഒന്നുമില്ല, ഞാൻ പോകുക. നിൽക്കൂ. എന്തിനാ ശ്രീനിയെ കാണുമെന്ന് പറഞ്ഞത്? പറഞ്ഞിട്ട് പോയാ മതി. പറയൂട്ടി. ഇല്ല, ഞങ്ങള് തമ്മിൽ പരിചയമായിരുന്നു. ഈ സാരി ഇതെനിക്ക് ശ്രീനിയേട്ടൻ സമ്മാനിച്ചതാ. ഇത് തിരിച്ചു കൊടുക്കാൻ വന്നതാ. വരുമ്പോ അമ്മ തന്നെ കൊടുത്താ മതി. മായ തന്നതാണെന്ന് പറയുമ്പോ എല്ലാം മനസ്സിലായിക്കോളും. നിൽക്കൂ. മായക്ക് എങ്ങനെ എന്റെ മകന് പരിചയം? ക്ഷമിക്കണം, ഒന്നും വിചാരിക്കരുത്. ഒരു അമ്മയുടെ മുഖത്ത് നോക്കി അതൊക്കെ ഞാൻ എങ്ങനെയാ പറയുക? പറയണം, എനിക്കത് കേട്ടേ പറ്റൂ. ഞാനല്ല തെറ്റുകാരി. ശ്രീനിയേട്ടനാ കോളേജിന്റെ മുമ്പിൽ വന്ന് 3-4 നേരം എന്നെ കണ്ടോണ്ടിരുന്നത്. ഡോക്ടറല്ലേ, സുന്ദരനല്ലേ, ഏത് പെൺകുട്ടിയാ മോഹിച്ചു പോകാത്തത്? ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. പക്ഷേ ശ്രീനിയേട്ടന് വേണ്ടത് അതൊന്നുമായിരുന്നില്ല. കുറച്ച് പണത്തിന്റെ കുറവുണ്ടെന്നേ ഉള്ളൂ. അന്തസ്സും അഭിമാനവും വിറ്റ് കളിക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. ഉദ്ദേശങ്ങളൊന്നും നടക്കില്ലെന്നറിഞ്ഞപ്പോ എത്ര ക്രൂരമായിട്ട് എന്നെ വേണ്ടെന്ന് വെച്ചത്. പിന്നീടാ ഞാൻ ശ്രീനിയേട്ടന്റെ കളികളൊക്കെ അറിയുന്നത്. ഷർട്ടും മുണ്ടും മാറുന്ന പോലെയല്ലേ ഓരോ ദിവസം ഓരോ പെൺകുട്ടികള്. സാരമില്ല, എനിക്ക് പരാതിയൊന്നുമില്ല. എല്ലാം എന്റെ വിധി. എങ്കിലും എന്റെ കഴുത്തിൽ മറ്റൊരു പുരുഷൻ താലി കെട്ടുന്ന അന്ന് വരെ അമ്മയുടെ മകന്റെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അത്രയ്ക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു പോയി ശ്രീനിയേട്ടനെ. എന്റെ രംഗം ഞാൻ കലക്കി. ഇനി കളി ഹേമയുടെ. വേച്ചില് റെഡിയാക്കും. ചിനു, 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 ചിനു എന്തേ? ആശുപത്രി പോയി. ഓ ഗോഡ്, ആശുപത്രിയില്ലോ? 11 മണിക്ക് എന്നെ ഇവിടെ വരാൻ പറഞ്ഞിട്ട് എന്ത് പണിയാ കാണിച്ചത്? ഹലോ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലേ? ഡോക്ടർ ശ്രീനിവാസൻ എന്ന് കിട്ടുമോ? ഓപ്പറേഷൻ തിയേറ്ററിലോ? ജൂലിയൻ വിളിച്ചെന്ന് ഒന്ന് പറഞ്ഞേക്കണേ. അശോക്, എന്താ അശോക്, ആ ചീന് പറ്റിച്ച പണി കണ്ടില്ലേ? 11 മണിക്ക് എന്നോട് ഇവിടെ വരാൻ പറഞ്ഞിട്ട് ഓപ്പറേഷൻ തിയേറ്റർ കയറി ഇരിക്കുക. അതെ അതെ അതെ, ലീവ് കഴിഞ്ഞു. ഇന്നോട്ട് വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി. എന്നാലും എനിക്ക് പറ്റിയ അമളിയെ കൽക്കട്ടയിലെ സേട്ട് ചോളയെ വന്ന് താമസിക്കുന്നുണ്ട്. വരാവോന്ന് എന്നോട് ചോദിച്ചതാ. ഇപ്പൊ അതും പോയി ഇതും പോയി. ഇനി കാണട്ടെ
കിസ് കൊടുക്കാൻ പോണ പോലെ പോയിട്ട് ചീനിന്റെ കവിളി ഞാനങ്ങ് കടിച്ചു പറിക്കും. ആരാ? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. പുതിയതായി വേലയ്ക്ക് വന്നതാ? അതെ. ആ, വേലക്കാരുടെ പ്രധാന കടമ എന്താണെന്ന് അറിയാലോ. എന്ത് കണ്ടാലും കണ്ടില്ലെന്ന് അടിക്കുക. ഇതാ. അയ്യോ, നിങ്ങളാരാ? ശ്രീനിവാസന്റെ വല്ലവരാണോ? അല്ല, പിന്നെ ഇവിടെ പുതുതായി ജോലിക്ക് വന്നതാ. ഓ, കെട്ടും മട്ടും കണ്ടപ്പോ ഞാനിങ്ങ് പേടിച്ചു പോയല്ലോ. ഞാൻ വിചാരിച്ചു ശ്രീനിയുടെ ആരെങ്കിലും ആയിരിക്കുമെന്ന്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോകാം. എനിക്കൊന്നും പറയാനില്ല. എന്റെ 1-2 സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അതൊന്ന് എടുത്തിട്ട് പോകാമെന്ന് കരുതി വന്നതാ. ആ, അതെ, എന്റെ ഫോട്ടോ ശ്രീനിച്ചേട്ടൻ കൊണ്ടുപോയതാ. ആ, മിനിഞ്ഞാന്ന് ഞാൻ വന്നപ്പോ ഇട്ടിരുന്ന ഡ്രസ്സ് ആ മുറിയിൽ ബെഡിന്റെ അടിയിൽ ഇരിപ്പുണ്ട്. അതൊന്ന് എടുത്തിട്ട് വന്നേ. അതെന്റെ നൈറ്റി അഡ്രസ് കേട്ടോ. അതൊക്കെ എന്തിനാ നോക്കണേ? നിൽക്കൂ. കുട്ടിപ്പ എങ്ങോട്ടാ? എനിക്ക് ശ്രീനിവാസിനെ ഒന്ന് കാണണം. പഴയ കുറച്ച് പണം കിട്ടാനുണ്ടേ, അത് വാങ്ങണം. ഈ വീടിന്റെ താക്കോൽ കൂടി ഏൽപ്പിച്ചേക്കൂ. എന്നിട്ട് ഇവിടെ ജോലിക്ക് വന്ന സ്ത്രീ തിരികെ പോയെന്ന് അവനോട് പറഞ്ഞേക്ക്. അമ്മ പോയി. ഈ താക്കോൽ ഇവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ഞാൻ ചെയ്തു തന്ന ചെറിയൊരു ഉപകാരമാണിത്. ഇനിയും വരുന്നുണ്ട് ഉപകാരം ചെയ്യാൻ. നാളെ ഈ നേരത്ത്. ഹോയ് ഹോയ്. ഹോയ് ഹോയ്. എനിക്ക് വയ്യായേ. അയ്യോ, അയ്യോ വയ്യായേ. അയ്യോ, കിടന്ന് ബഹളം വെക്കാതെ പോയാ. എനിക്ക് വയ്യായേ. ഡോക്ടറെ വിളിക്ക്. ഡോക്ടർ, കാഷ്വാലിറ്റിയിൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഉടനെ അങ്ങോട്ട് വരണം. അയ്യോ, കരയാതെ കരയാതെ. കരയല്ലേ, ഡോക്ടർ ഇപ്പൊ വരും കേട്ടോ. എന്താ? കരയല്ലേ. അയ്യോ, കരയാതെ. എന്താണെന്ന്? അയ്യോ, എനിക്ക് വയ്യായേ. വയറുവേദന, പനിയുണ്ട്, ജ്വരാന്നാ തോന്നേ. തൊട്ടാ പൊള്ളുന്ന ചൂട്. കരയില് കേട്ടോ. പോട്ടെ 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 പോട്ടെ. കരയല്ലേ കേട്ടോ. ആ, നിങ്ങൾ പറഞ്ഞ എല്ലാ അസുഖവും ഉണ്ട്. വളരെ സീരിയസുമാണ്. ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. ഡോക്ടർ പ്ലീസ്, എന്റെ വലത് കൈ ഇഞ്ചക്ഷൻ എടുക്കരുത്. അപ്പൊ ഇടത് കയ്യിലെടുക്കാം. അയ്യോ, അവിടെ ഒട്ടും വേണ്ട. പിന്നെ ശരി, എങ്കി വാ, റൂമിലേക്ക് പോവാം.
എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? വിട്, എന്നെ വിട്. പറയാൻ അയ്യോ, വിട്. പറ. വിട്, പറയാം. പറയട്ടെ. പറ. ദേഷ്യമൊന്നും തോന്നരുത്. എനിക്ക് വല്ലാത്തൊരു പ്രണയം തോന്നുന്നു. ആരോട്? കുറെ നാളായി ഞാൻ തേടി നടക്കുകയായിരുന്നു പ്രേമിക്കാനായി യോഗ്യനായ ഒരാളെ. ഡോക്ടറെ കണ്ടപ്പോ എനിക്ക് പ്രേമിക്കാൻ വേണ്ട യോഗ്യതയൊക്കെ ഉണ്ടെന്ന് തോന്നി. റിയലി ഐ ലവ് യു. സത്യമായിട്ടുള്ള പ്രേമമാണോ അതോ ചുമ്മാ പറ്റിക്കാനാണോ? അയ്യോ, സത്യമായിട്ടുള്ളതാ. പ്രേമിച്ചാൽ മാത്രം മതിയോ അതോ? അത് പോരാ, പിന്നെ കല്യാണവും കഴിക്കണം. ഓഹോ, എന്താ, ഇഷ്ടമല്ലേ? ഇഷ്ടമൊക്കെയാണ്, ഞാൻ റെഡിയുമാണ്. പക്ഷെ ചെറിയൊരു പ്രശ്നം. എന്താ അത്? കുട്ടിയെക്കുറിച്ച് കുറെയൊക്കെ ഞാൻ കേട്ടു. മായ എന്നല്ലേ പേര്? മായ വിനോദിനി. കോളേജിലെ ഏറ്റവും വികൃതിയായ പെൺകുട്ടി, ഏറ്റവും വലിയ പണച്ചാക്ക്, ഗ്യാങ് ലീഡർ, നൊട്ടോറിയസ്. ഹോസ്റ്റലിനെ മതിലിയാടുക, രാത്രികാലങ്ങളിൽ കറങ്ങി നടക്കുക, ഉള്ള വൃത്തികേടുകളൊക്കെ ചെയ്യുക, ഇതൊക്കെ പതിവ്. പിന്നെ ലേശം കഞ്ചാവും ലഹരിയൊക്കെ ഉണ്ടെന്നും പറയപ്പെടുന്നു. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ വേറൊന്നുകൂടി ഞാൻ അറിഞ്ഞു. എന്താ അത് കുറച്ച് സോഫ്റ്റായ ഭാഷയിൽ പറഞ്ഞാൽ മായാ വിനോദിനി ഒരു പാവമാണ്, ഒരു പാവം അനാഥ, അനോഫൻ. കുറച്ച് ഹാർഷായ ഭാഷയിൽ പറഞ്ഞാൽ മായാ വിനോദിനി അച്ഛനാര് അമ്മയാര് എന്നറിയാത്തവളാണ്. അതായത് എവിടെ ജനിച്ചു, തന്തയ്ക്കും തള്ളയ്ക്കും പറക്കാത്ത നെറികെട്ട നിന്നെ ഈ യോഗ്യനായ ഞാനെങ്ങനെ പ്രണയിക്കുക? എന്റെയോ എന്റെ അമ്മയുടെ മുഖത്ത് നോക്കാൻ യോഗ്യതയില്ലാത്ത നിന്നെ ഞാനെങ്ങനെ കല്യാണം കഴിക്കുക? ശരി, എന്റെ അച്ഛനെ അമ്മയെ കണ്ടുപിടിച്ച് നിങ്ങളുടെ മുമ്പിൽ നിർത്തി തരാം. അപ്പൊ എന്നെ കല്യാണം കഴിക്കാലോ. പോയി കണ്ടുപിടിച്ചോണ്ട് വാ, എന്നിട്ട് ആലോചിക്കാം. ഇപ്പൊ തൽക്കാലം യു ഗെറ്റ് ഔട്ട്. ഞാൻ വരും, കണ്ടുപിടിച്ചോണ്ട് വരും. ഹലോ മായ, മായ മൈ സ്വീറ്റ് ഹാർട്ട്. ഇല്ല ഇല്ല, ഒരിക്കലും ഇറക്കില്ല. അറിഞ്ഞു, അമ്മയുമായിട്ട് ഒറ്റയ്ക്ക് വന്ന് ഒളിച്ചു താമസിക്കുന്നവരൊക്കെ ഞാൻ അറിഞ്ഞു. അതുകൊണ്ടല്ലേ ഞാൻ. എന്താ അവിടെ? ആരാ? ഞാനാ. എന്താ എന്താ അമ്മേ? എന്താ അവിടെ ബഹളം? ആരാ? ഒന്നുമില്ല. സ്റ്റുവർട്ട്, ബട്ട്ലർ. ആരാ? വെയിറ്റർ, വെയിറ്റർ. എന്താ ഇങ്ങനെ മര്യാദയില്ലാതെ? അമ്മ കണ്ട എന്ത് വിചാരിക്കും? നിനക്ക് മാത്രമല്ലല്ലോ അമ്മ, എനിക്കും ഇല്ലേ ഒരമ്മ. ആ അമ്മയെ പറഞ്ഞു പറ്റിച്ചപ്പോഴും വേദനിപ്പിച്ചപ്പോഴും ഇതൊക്കെ ആലോചിക്കണമായിരുന്നു. ഇന്ന് ഞാൻ നിന്നെ. ഐ എം സോറി, എല്ലാത്തിനും സോറി. ദയവേദി ഇപ്പൊ പ്രതികാരം ചെയ്യരുത്. ഞാൻ എന്താ വേണ്ടെന്ന് പറ. എനിക്ക് ചിലതൊക്കെ സംസാരിക്കണം. ഇവിടെ വെച്ച് വേണ്ട. ഇവിടെ വെച്ച് വേണ്ട, സമ്മതിച്ചു. പുറത്തു വെച്ച് മതി. ഇന്ന് വേണ്ട, വേറൊരിക്കൽ. പറ്റില്ല. ഇന്ന് എന്താ അവിടെ പിന്നെയും ബഹളം? എന്തായിരുന്നു മായ അവിടെ? ഒന്നുമില്ല, ഒരു ബട്ട്ലർ വന്ന് ഡാൻസ് ആടി കാണിക്കായിരുന്നു. ഇങ്ങനെ എന്നിട്ട് പോയി, ബട്ട്ലർ പോയി. അമ്മ കുളിച്ച. നിനക്ക് ആ വാതിലൊന്നും അടച്ചിട്ടിരിക്കാമായിരുന്നില്ലേ? അതെന്തൊരു ചാട്ടം അത്? ഒന്നുമില്ല, ഡാൻസ് ഡാൻസ് അമ്മേ.